നമ്മൾ മനുഷ്യൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോഴും മനുഷ്യന്റെ കുറെ പരിമിതികളുണ്ട്. നമ്മൾ ചരിത്രത്തെ മാറ്റും, നമ്മളെ മാറ്റുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരിക്കലും മാറ്റാൻ കഴിയാത്ത കുറെ കാര്യങ്ങളുണ്ട്. ഒരിക്കലും മാറ്റാൻ കഴിയാത്ത കുറെ കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ഈ മഹാപ്രപഞ്ചത്തെ കുറിച്ച് നമ്മൾ പറയുന്നത്, ആ പ്രപഞ്ചത്തിന്റെ ഒരു വിന്യാസം, ആ പ്രപഞ്ചത്തിലെ വസ്തുക്കൾ, ഇവിടുത്തെ ആറ്റത്തിന്റെ ഘടന, അവിടുത്തെ ഞാൻ പറയുന്നത് ഈ മഹാസൃഷ്ടി പ്രപഞ്ചം എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു പങ്കുമില്ലാത്ത കാര്യമാണ്. നമ്മൾ മനുഷ്യനെ പറ്റി ഈ അഹങ്കാരം മുഴുവൻ പറയുമ്പോഴും ഇതിൽ നമ്മൾക്ക് ഒരു പങ്കുമില്ലാത്ത ഒരാൾക്കാരാണ്. അതേ നമ്മൾ എവിടെ ജനിക്കണം, ആരുടെ മക്കളായി ജനിക്കണം, നമ്മളുടെ ശരീരം എന്താണ്, നമ്മളുടെ മനസ്സെന്താണ്, നമ്മളുടെ ആന്തരികാവയവങ്ങൾ എങ്ങനെയാണ്, ഇതിലൊന്നും നമ്മൾക്ക് ഒരു തരത്തിലുള്ള പങ്കുമില്ല. ഇത് പ്രീ ഡിറ്റർമിൻഡ് ആണെന്നുള്ള വസ്തുത, ആ വസ്തുതയുമായി മുഖാമുഖം നിൽക്കാൻ എല്ലാ മനുഷ്യരും നിർബന്ധിതരാണ്. അത് തന്നെയാണ് ഇതിന്റെ പ്രശ്നവും. ഇപ്പൊ ഹൈഡഗർ പറയുന്ന ഈ ത്രോൺനെസ്, അതായത് ഞാൻ തീരുമാനിച്ചതല്ലത്, ഞാൻ അവരോടെങ്കിലും കൂടിയാലോചിച്ച് വന്നതല്ല, ഞാൻ തെരഞ്ഞെടുത്തൊരു ജീവിതമല്ല. നമ്മൾ ഈ മൈ ബോഡി മൈ ചോയ്സ് എന്നൊക്കെ പറയണ്ടല്ലോ, എനിക്കതിലൊരു റോളും ഇല്ല. എന്റെ ബോഡി എന്ന് പറയുന്നത് ഞാൻ ഉണ്ടാക്കിയതല്ല. ഇത് ഞാൻ ഇങ്ങനെ അത് കണ്ടത്, ഞാൻ എന്റെ ചുറ്റുപാടുകളെ കാണുന്നത്, ഇവിടുത്തെ മരങ്ങൾ, ഇവിടുത്തെ വൃക്ഷങ്ങൾ, ഇവിടുത്തെ ജന്തുക്കൾ, ഇതൊക്കെ ഞാൻ കാണുകയാണ്, അത് അങ്ങനെയാണ്. അപ്പൊ ഹൈഡഗർ ഹൈഡഗർ എന്ന് പറഞ്ഞാൽ ഒരു ജർമ്മൻ ഇന്റലക്ച്വൽ ആണ്, ഈ 20-ാം നൂറ്റാണ്ടിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ബുദ്ധിജീവിയാണ്. അപ്പൊ അദ്ദേഹം അതിൽ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒരിക്കലും ട്രാൻസെൻഡ് ചെയ്യാൻ കഴിയാത്ത കുറെ സാധനങ്ങളുണ്ട് ഇവിടെ. അതായത് അതിലംഘിക്കാൻ കഴിയാത്ത കുറെ വസ്തുതകളുണ്ട്, തീരുമാനിക്കപ്പെട്ടതുപോലുള്ള കുറെ സാധനങ്ങളുണ്ട്. അതിലേക്കാണ് നിങ്ങൾ എടുത്തെറിയപ്പെടുന്നത്. മരണം അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അദ്ദേഹം പറയുന്നുണ്ട്. കാരണം അതിലേക്കാണ് ആത്യന്തികമായി നമ്മളൊക്കെ നടന്നെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് പോക്കർ മാഷിനെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം, ഞാൻ ആ ഡിബേറ്റിൽ പറഞ്ഞിരുന്നു, അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഈ കാര്യം പറയുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോ ഇതൊരു പ്രശ്നമല്ലേ? അതായത് ഒരു മാർക്സിസ്റ്റ് ഐഡിയോളജി വെച്ചിട്ട് നമ്മളെന്താ വെച്ചാല് ഈ ഒരു ഇവിടെയാണ് ഇസ്ലാം ശരിക്കും ഇപ്പൊ ഖുർആൻ ചോദിക്കുന്ന വളരെ നമ്മളുടെ മനസ്സിനെ പിടിച്ചു കുലുക്കുന്ന ഒരു ചോദ്യം ഉണ്ട്. ഖുർആനിലെ സൂറത്ത് തൂറിൽ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഖുർആൻ ചോദിക്കുന്നുണ്ട്, അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ. ഈ മനുഷ്യൻ എന്ന് പറയുന്നത് ഒന്നുമില്ലായ്മയിൽ നിന്ന് വെറുതെ സൃഷ്ടിക്കപ്പെട്ടതാണോ, അതല്ല അവർ തന്നെയാണോ അവരുടെ സൃഷ്ടാക്കൾ? ഇത് ശരിക്കും ഒരു മാർക്സിസ്റ്റ് ഫ്രേസിന്, ശരിക്കും ഖുർആൻ മാർക്സിസ്റ്റ് ഫ്രേസ് അന്നില്ല. പക്ഷെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഐഡിയോളജികളൊക്കെ കൊണ്ടെടുക്കുന്ന വിചാരം ഇതുവരെ ഭയങ്കര മോഡേൺ ആയ കണ്ടുപിടുത്തങ്ങളാണ് ഇവരുടെ ആർഗ്യുമെന്റ്സ് ഒക്കെയാണ്. അങ്ങനെയല്ല, ഇതൊക്കെ വളരെ പൗരാണികമായി പണ്ടേ മനുഷ്യന്മാരെ. കാരണം ഇവരുടെ ഒരു നറേറ്റീവ് എന്ന് പറഞ്ഞാൽ, പണ്ട് ആൾക്കാരൊക്കെ മതവിശ്വാസികളായിരുന്നു, ഇവരിങ്ങനെ ബുദ്ധി കൊണ്ട് അധ്വാനിച്ച് ഇന്ന് പുറത്തെത്തി എന്നതാണ്. ഖുർആൻ ശരിക്കും ഇവർ വായിച്ചിട്ടില്ല. കാരണം ഖുർആനിൽ ഇവരുടെ എല്ലാ ആർഗ്യുമെന്റ്സിനും ഖുർആൻ അഡ്രസ് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ ഈ ആർഗ്യുമെന്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. അല്ലാതെ ഇത് മോഡേണും മറ്റത് ഏൻഷ്യന്റ് എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അവിടെ ഖുർആൻ ചോദിക്കുകയാണ്, നിങ്ങൾ തന്നെയാണോ നിങ്ങളെ സൃഷ്ടിച്ചത്? ഒരിക്കലും അല്ല. പടച്ചോ നമ്മൾക്ക് തന്നൊരു സ്വാതന്ത്ര്യം വെച്ചിട്ട് ചില മാറ്റങ്ങളൊക്കെ ചുറ്റുപാടുകൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ജീവിയാണ് നമ്മൾ. പക്ഷെ ഒരിക്കലും നമ്മളല്ല നമ്മളുടെ സൃഷ്ടാക്കൾ. ഹൈഡഗറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ ഒരു ത്രോൺനെസ് നമ്മൾക്കുണ്ട്, ആ ഒരു എറിയപ്പെട്ട അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾക്കുണ്ട്. അം ഖലഖു സമാവാതി വൽ അർള്, അവർ തന്നെയാണോ ഈ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത്? അതാണ് ഖുർആൻ പിന്നെ ചോദിക്കുന്നത്. ഈ ആകാശവും ഭൂമിയും ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് അവരാണോ? അവരെല്ലാം സൃഷ്ടിച്ചത്. അതായത് മനുഷ്യർക്ക് ഒരു സ്വാതന്ത്ര്യം ഇല്ലാതെ മനുഷ്യനത് കാണാൻ മാത്രമേ കഴിയുന്നുള്ളൂ. അവിടെ ഞാൻ പറയുന്നത് വെച്ചപ്പോൾ ഒരു മാർക്സിസ്റ്റ് സുഹൃത്തുക്കൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. അതായത് വളരെ വ്യാജമായ കുറെ ബൈനറികളാണ് അവരുടെ മനസ്സിലുള്ളതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആ ഡിബേറ്റിലും അങ്ങനത്തെ ഒരുപാട്, ഇപ്പൊ കാര്യകാരണ ബന്ധം എന്ന് പറയുന്ന ഒരു സങ്കല്പം, ശാസ്ത്രബോധം, അതായത് പ്രകൃതിയെയും പ്രപഞ്ചത്തെയും കാര്യകാരണ ബന്ധങ്ങൾ ഉപയോഗിച്ച് അനലൈസ് ചെയ്യുക, ഇതിനൊക്കെ മതവിശ്വാസി എതിരാണ്. മതവിശ്വാസി കാര്യകാരണ ബന്ധം അംഗീകരിക്കുന്നില്ല എന്നൊക്കെയുള്ള വളരെ തെറ്റായ, അതായത് ഈ കാര്യകാരണ ബന്ധം എന്ന് പറയുന്നത് അള്ളാഹു നിശ്ചയിച്ചതാണ്. ഈ പ്രപഞ്ചം മുന്നോട്ട് പോകാൻ വേണ്ടി പടച്ചോൻ നിശ്ചയിച്ചൊരു വ്യവസ്ഥയെയാണ് നമ്മൾ ഈ കോസേഷൻ കാര്യകാരണ ബന്ധം, അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ നിയമങ്ങൾ, ന്യൂട്ടൺ നിയമങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ആ നിയമദാതാവിനെയാണ് നമ്മൾ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് എന്ന് പറയുന്നത്. അപ്പൊ പ്രപഞ്ചം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ പഠിക്കുകയാണ്. അവിടെ പോലും നോക്ക്, പ്രപഞ്ചത്തിന് ഒരു കാര്യകാരണ ബന്ധം ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? മനുഷ്യൻ ഉണ്ടാക്കിയതാണോ? അല്ല, അത് മാർക്സ് തീരുമാനിച്ചതാണോ? അതായത് മാർക്സിന് ഇടപെടാൻ കഴിയാത്ത, നേരത്തെ നിശ്ചയിക്കപ്പെട്ട ഒരു കാര്യകാരണ ബന്ധം ഇവിടെ ഉണ്ട്, ഒരു നിയമവ്യവസ്ഥ ഇവിടെ ഉണ്ട്. മാർക്സ് ചരിത്രത്തിന്റെ നിയമങ്ങൾ, ആ നിയമങ്ങൾ, ഈ നിയമങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട്. അത് നമ്മളെ സജഷൻസ് ആണ്. പക്ഷെ ആരെന്ത് സജസ്റ്റ് ചെയ്താലും മാറാത്ത, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന കുറെ നിയമങ്ങളുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ഫിസിക്സ് വർക്ക് ചെയ്യുന്നത്, ശാസ്ത്രം വർക്ക് ചെയ്യുന്നത്. ഇത് എവിടുന്ന് വന്നു? അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനത്തെ കുറെ നമ്മൾക്ക് അനിഷേധ്യമായ കുറെ വസ്തുതകളുടെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ
പ്രപഞ്ചത്തിനൊരു സ്രഷ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മളെപ്പറ്റി സ്വയം തീരുമാനിക്കാൻ കഴിയും എന്ന രീതിയിൽ ഒരു അപ്രോച്ച്, ആ അപ്രോച്ചിന് ഒരു അടിത്തറയില്ല എന്നുള്ള കാര്യം വളരെ ക്ലിയർ ആണ്.